മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് മരണത്തെ സന്തോഷകരമായ അനുഭവമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദൈവവിശ്വാസിയുടെ മരണ നിമിഷങ്ങൾ ശാന്തവും പ്രത്യാശാഭരിതവുമായിരിക്കും. നിരീശ്വരവാദിയുടേതാകട്ടെ അങ്ങേയറ്റം നിരാശാജനകവും ഭയജനകവുമാണ്. മരണനിമിഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നിരീശ്വരവാദികൾ പ്രകടിപ്പിച്ച ഉത്കണ്ഠയും ഭീതിയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയുമ്പോൾ അവർ കടന്നുപോയ നിമിഷങ്ങളുടെ ഭീകരത നമുക്ക് മനസ്സിലാവും. ഇറ്റാലിയൻ രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു സീസർ ബോർഗിയ. തികഞ്ഞ ദൈവനിഷേധിയായിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചത്. എന്നാൽ മരണമടുത്തപ്പോൾ ചില തിരിച്ചറിവുകളിലൂടെ അദ്ദേഹം കടന്നുപോയി. ആരോഗ്യത്തോടെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എല്ലാറ്റിനും ഒരുക്കങ്ങൾ നടത്തി, എല്ലാം കൃത്യമായ രീതിയിൽ പദ്ധതിയിട്ടു. എന്നാൽ മരണത്തിന് മാത്രം ഞാൻ ഒരുങ്ങിയില്ല. ഇപ്പോഴിതാ ഞാൻ മരിക്കാൻ പോകുന്നു, അതും ഒരുങ്ങാതെ. തത്വചിന്തകനായ വോൾട്ടയറാണ് മറ്റൊരാൾ. ദൈവവും മനുഷ്യരും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നായിരുന്നു മരണക്കിടക്കയിൽ വെച്ചുള്ള അദ്ദേഹത്തിന്റെ ദീന വിലാപം. ഇത്രയും നാൾ ഞാൻ ദൈവമില്ല, നരകമില്ല എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഈ നിമിഷം അത് രണ്ടും സത്യമാണ് എന്ന് ഞാൻ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. സർവശക്തന്റെ നീതിപൂർണമായ വിധിയാൽ ഞാൻ ശാശ്വത നാശത്തിന് വിധിക്കപ്പെട്ടേക്കാം. സർ തോമസ് സ്കോട്ടിന്റെ വാക്കുകളായിരുന്നു ഇവ. ഫിലോസഫറായ ഡേവിഡ് ഹ്യൂവും നിരീശ്വരവാദിയായിരുന്നു. രോഗക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം നിലവിളിച്ചത് ഞാൻ തീജ്വാലകൾക്കിടയിലാണ് എന്നായിരുന്നു. മരണക്കിടക്കയിൽ അദ്ദേഹത്തിന് നരകത്തിലെ തീയുടെ ചൂട് അനുഭവപ്പെട്ടിരുന്നിരിക്കാം. ദൈവത്തെ നിഷേധിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു ആന്റോൺ ലെവി, ചർച്ച് ഓഫ് സേറ്റൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ. പക്ഷെ മരണസമയത്ത് അയാളും ചില തിരിച്ചറിവുകളിലൂടെ കടന്നുപോയി. ഓ ദൈവമേ, ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? എനിക്ക് ഭയങ്കരമായ തെറ്റുപറ്റിയിരിക്കുന്നുവല്ലോ എന്നായിരുന്നു അയാളുടെ കുറ്റബോധം നിലവിളിയായി പുറത്തേക്ക് ഒലിച്ചിറങ്ങിയത്. ഫ്രഞ്ച് രാജാവായ ചാൾസ് ഒൻപതാമൻ മരണക്കിടക്കയിൽ കണ്ടത് അസ്വസ്ഥകരമായ ദൃശ്യങ്ങളായിരുന്നു. ഉണർവിലും ഉറക്കത്തിലും കീറിമുറഞ്ഞ ശരീരങ്ങൾ എന്റെ മുന്നിലൂടെ കടന്നു പോകുന്നതായി ഞാൻ കാണുന്നു. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പോയി ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെയുള്ള ചാൾസിന്റെ വിലാപങ്ങൾ. സർ ഫ്രാൻസിസ് ന്യൂപോർട്ട് ദൈവനിഷേധിയായിരുന്നുവെങ്കിലും അവസാന സമയം അദ്ദേഹം ദൈവാവബോധത്തിൽ നിറഞ്ഞവനായി മാറി. ദൈവമില്ലെന്ന് എനിക്ക് പറയാനാവില്ല, ദൈവമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അവിടുത്തെ സാന്നിധ്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് ഞാൻ അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ദൈവനാമത്തിൽ ദയവായി എന്നോടൊപ്പം ഇരിക്കൂ. തനിച്ചാക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. ഇവിടെ ഞാൻ നരകത്തിന്റെ അരികിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എന്നായിരുന്നു തോമസ് പെയിന്റെ നിലവിളി. അനുവദിച്ചു കിട്ടിയ ജീവിതകാലം മുഴുവൻ ദൈവത്തെ നിഷേധിച്ചും ദൈവഹിതത്തിന് വിരുദ്ധമായും ജീവിച്ചവരുടെ അന്ത്യം അങ്ങേയറ്റം പരിതാപകരമായിരുന്നു എന്നാണ് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്.